ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ രാവിലെ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ടൊക്കെ വന്നങ്ങനെ നിൽക്കുവാണ്. ചിന്നു പിള്ളേരൊക്കെ വിട്ടിട്ട് എനിക്കിപ്പോൾ ഇച്ചിരി ഭക്തി ഇതിൽ കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ചിന്നു പിന്നെ രാവിലെ പിള്ളേരെയൊക്കെ വിട്ടിട്ട് അതങ്ങനെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഞാൻ പോയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഒന്ന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് കുറേയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തിരക്കിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ അറിഞ്ഞുകൂടാത്ത കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. അറിയുന്ന കാര്യങ്ങൾ അത് കറക്റ്റാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കുറച്ച് നല്ല വ്ളോഗ്സൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ പറ്റുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യം അതാകുമ്പോൾ എല്ലാം കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാകുമ്പോൾ അത് നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റും, അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോൾ ഈ ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും, അതായത് നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് യൂസ് അല്ലെന്നുണ്ടെങ്കിൽ യൂസ് ആവുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. നമുക്കിപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ SSC എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്കിപ്പോൾ എല്ലാവർക്കും, അതായത് പെൺകുട്ടികളുള്ളവർക്ക് ഒരു പ്ലാനുണ്ട്, ഒരു സ്കീമുണ്ട്. മന്ത്ലി തുടങ്ങാൻ പറ്റിയൊരു സ്കീമാണ്. അത് ഏകദേശം 8.5% ഇൻട്രസ്റ്റ് നമുക്ക് അവരുടെ ഒരു 18 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു സ്കീമാണ്. അപ്പോൾ വാവ്സിന് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ നമ്മുടേതായ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം 1000 രൂപ, എത്ര രൂപയാണെങ്കിലും അതിനൊരു ലിമിറ്റൊന്നുമില്ല. ലിമിറ്റ് ഉണ്ട്, എത്ര രൂപയാണ് മിനിമം, ഇത്ര രൂപ 100 രൂപയാണെങ്കിൽ ഇടാൻ പറ്റും. മാക്സിമം ഒരു വർഷത്തിനകത്ത് 1.5 ലക്ഷം രൂപയാണ് നമുക്കതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത് പോസ്റ്റ് ഓഫീസ് വഴി. അപ്പോൾ അതിലിപ്പോൾ വാവ്സിന് തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് ഒരു 250 രൂപയാണ് മിനിമം ഇട്ട് തുടങ്ങേണ്ടത്. പിന്നെ ഞാൻ ഒരു 500 രൂപ അടച്ചു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ ഒരു വർഷമായിട്ട് നമ്മൾ ബുക്ക് എടുത്തിട്ടോ, ഒരു വർഷമായിട്ട് നമ്മളതിൻ്റെ അടയ്ക്കലോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വർഷത്തിനകത്ത് 1 രൂപ പോലും നമ്മൾ അടയ്ക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിന്യൂ ചെയ്യുന്നതിൻ്റെ ഒരു ചാർജായിട്ട് 50 രൂപ നമുക്ക് പിടിക്കും. അപ്പം ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഇന്നലെ പോയിട്ട് ഒരു 1000 രൂപ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 980 രൂപയാണ് അതിൽ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പറ്റുന്ന കുറച്ച് എമൗണ്ട് കൂടെ ഇടണമെന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മെസ്സേജ് വരും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പോയിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ മാരാമുണ്ടത്ത് ഇതിൻ്റെ പ്രിൻ്റ് ഇതിനിടയ്ക്ക് ഒരു 1000 രൂപയുടെ ഇന്നലെ നമ്മുടെ പോസ്റ്റ് ഓഫീസിലെ ചേട്ടൻ മാറി കൂടെ ഇട്ടായിരുന്നു. അപ്പോൾ അത് കയറുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികളുള്ള ആൾക്കാർക്ക്, തുടങ്ങാത്ത ആൾക്കാർ തുടങ്ങുക. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മുമ്പ് ആധാർ നിർബന്ധമില്ല. ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റും ആധാറും മാത്രമാണ് വേണ്ടത്. പിന്നെ അതുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നൈറ്റിങ്ങിനെ പോയി കുറച്ച് ക്യാഷ് ഇട്ട് ഇതിൻ്റെ ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി ഞാൻ ഫുൾ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമുക്കിതിനൊന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഒരു ചേച്ചിയുണ്ട്. ചേച്ചി പോസ്റ്റ് മാസ്റ്ററാണ്. അപ്പോൾ ചേച്ചിയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആക്സിഡൻ്റലി ഇങ്ങനെ വിളിച്ചപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞുപോയി, എന്തോ ഒരു ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചേച്ചി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ, കാരണം നമുക്ക് ഇവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ എല്ലാ പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരില്ല. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കൂടെയാണ്. പിന്നെ ഇതിൽ എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. മാക്സിമം കാര്യങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്യാം. എന്തൊക്കെയാണ്, എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം പോയി ഇതിൻ്റെ നേറ്റിങ്ങനെ പോയിട്ട് ആ ക്യാഷ് വിട്ടിട്ട് വന്നിട്ട് ഞാൻ പറയാം. നമ്മൾ മാരാമുട്ടെന്നാണ് തുടങ്ങുന്നത്. പക്ഷേ അവിടെ പ്രിൻറ്റ് ചെയ്യേണ്ട സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ പോയി അത് പ്രിൻറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ട് 2 വർഷമായിട്ട് ഇപ്പോൾ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, കുറച്ച് ക്യാഷേ ആഡ് ചെയ്തിട്ടുള്ളൂ. വർഷം നമ്മൾ മിനിമം ഒരു 1000 രൂപയോ എങ്കിലും ആഡ് ചെയ്യുക. നമ്മൾ ഇടുന്നതിൻ്റെ 8.5% നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് വന്നിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞു. ഞാൻ ഇതാണ് നേറ്റിങ് ഇന്ത്യൻ പോസ്റ്റിൻ്റെ ഓഫീസ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ചേട്ടനെ കൂടെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതാണ് അതിൻ്റെ ബുക്ക് കേട്ടോ. ഇതാണ്ടോ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് സൻവികയുടെ നമ്മുടെ ഇതിൻ്റെ വാവ്സിൻ്റെ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് പ്രിൻറ്റ് ചെയ്ത് വാങ്ങണം ഗൈസ്. അപ്പോൾ ഞാനതപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വന്നായിരുന്നു. ഞാൻ എൻ്റെ പിറ്റേ ദിവസമാണ് ബാക്കി എടുക്കുന്നത് കേട്ടോ. സംഭവം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ഇനിയാണ് പറയുന്നത്. ഞാനപ്പോൾ അത് വാവ്സിനുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ബാലൻസൊക്കെ എത്രയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് 2 പേരുടെയും, അതായത് തക്കടൂനോടെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ഇനിയിപ്പോൾ ആധാറൂടെ വന്നാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാറൂടെ വന്നിട്ട് പിന്നെ അതിൻ്റെ ഒരു 7 ഡേയ്സിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അവർക്കുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ അതെല്ലാം ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് പറ്റുന്ന ഇട്ടിട്ടുണ്ട്. അതായത് ഇട്ടിട്ട് കുറേ നാളായി അതിൽ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കഴിഞ്ഞു. എന്തായാലും എല്ലാവരും, അതായത് പെൺകുട്ടികളുള്ള ആൾക്കാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പം അറിയാമെന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിലും
ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്ത് തരാം. കാരണം ഇത് ഞാൻ പറയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ചേച്ചി പോസ്റ്റ് മാസ്റ്ററാണ്. അവർ ചേച്ചി എനിക്കെല്ലാം പറഞ്ഞു തന്ന് എനിക്കും അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്കൂടെ അതൊന്ന് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിതിപ്പോൾ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ട് ഞാനതിൽ പേയ്മെൻ്റ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് അത് ഇട്ട് തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. പിന്നെ എനിക്കിപ്പം ആദ്യം 700 രൂപ എന്തുകൊണ്ട് ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയാണ് അതിൻ്റെ നമുക്ക് ഇൻട്രസ്റ്റ് വർഷം ഓരോ ഫിനാൻഷ്യൽ ഇയറും മാറും തോറും നമുക്ക് ഏകദേശം 8.5% നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓരോ ഇയറും നമുക്ക് 8.5% കൂടിയതിൻ്റെ അതുകൂടെ ചേർത്തിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ മാറി വരുന്നത്. അപ്പം ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യം ഡീറ്റെയിൽ എല്ലാം ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ആവശ്യമുള്ള എല്ലാവരും ഒന്ന് അവസാനം വരെ കാണുക. എൻ്റെ ഒരു പ്രസൻറ്റേഷൻ രീതി അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ട്, വിട്ടുപോയിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മറുപടി നിങ്ങൾക്ക്. അപ്പോൾ ഇത് SSA എന്നാണ് പറയുന്നത്, അതായത് സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് തുടങ്ങേണ്ട ഒരു അക്കൗണ്ടാണ്. പെൺകുട്ടികളുള്ള ആൾക്കാർക്ക്, പെൺകുട്ടികൾക്കായിട്ട് നമ്മൾ അവരുടെ പേരൻസ് തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ ഇത് 2014 ഇത് സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അവരുടെ ആധാർ കാർഡ്, മുൻപ് ആധാർ കാർഡ് അത്ര നിർബന്ധമല്ലായിരുന്നു, ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണ്. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ഏകദേശം 250 രൂപ വെച്ചിട്ടാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പാസ്ബുക്ക് നമുക്ക് അവർ അവിടെ നിന്ന് തരും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പെൺകുട്ടികളുടെ പേരിൽ നമുക്ക് ഏകദേശം 6 മാസം കഴിയുമ്പോഴേക്കും ആധാർ കാർഡൊക്കെ കിട്ടും, അതറിയാമല്ലോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും എപ്പോൾ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 10 വയസ്സിനുള്ളിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 15 വർഷം വരെയാണ് നമുക്കിതിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 to 21 വയസ്സിലാണ് നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ അതിൽ കിടന്ന് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട ആ ഒരു എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കയറി. പിന്നെ ഇത് നമുക്ക് അടുത്തുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ വേണമെങ്കിലും നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള പോസ്റ്റ് ഓഫീസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ അവിടെ പ്രിൻറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ്, പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഏതെങ്കിലും പോയി ചെയ്തതായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ പറഞ്ഞല്ലോ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 250 രൂപ മാത്രം മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മന്ത്ലി നമുക്കൊരു 1000 രൂപ വെച്ചെങ്കിലും നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടും. അതല്ല നമുക്ക് ഒന്നിച്ച് ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയെങ്കിൽ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിന് മുമ്പായിട്ട് നമ്മളതൊന്ന് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 12,000 രൂപയാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു കണക്ക്. പക്ഷേ നമുക്കതിൽ 1.5 ലക്ഷം രൂപ വരെ, നമുക്ക് മാക്സിമം 1.5 ലക്ഷം രൂപ വരെയാണ് നമുക്കതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതിൽ ഞാൻ 1000 രൂപ പറഞ്ഞെങ്കിലും നമുക്ക് 100 രൂപ ഉണ്ടെങ്കിലും നമുക്കിതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും ഒരു മിനിമം 1000 രൂപ വെച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു എമൗണ്ട് ആയിട്ട് തിരിച്ച് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ക്യാഷ് നമുക്ക് ഗവൺമെൻറ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ്, ഇത് നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് നമുക്കതിൽ കിട്ടുന്നത്, 8.5 എന്നുള്ളത്. ഇത്രയും ഇതായിട്ട് നമുക്കല്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതായത് ഒരു 18 വയസ്സാകുമ്പോഴേക്കും അവരുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു 50%, 21 വയസ്സാകുമ്പോൾ അതിൻ്റെ 50% അവരുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഫണ്ടായിട്ടാണ് ഗവൺമെൻറ് നമുക്കിത് തരുന്നത്. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് 1 year ആയിട്ട് ഞാനിതിൽ ഒന്നും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇട്ടപ്പോഴേക്കും ഏകദേശം 1000 രൂപ ഇട്ടപ്പോഴേക്കും 980 രൂപയാണ് ഡെപ്പോസിറ്റ് ആയത്. അത് നമുക്ക് അപ്പോഴും തന്നെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും, അതിൻ്റെ ബാലൻസും കാര്യങ്ങളെല്ലാം. അപ്പോൾ അത് 950 രൂപ കുറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 year ആയിട്ട് ക്യാഷ് ഇടാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പിന്നെ ഒരു ഇനാക്റ്റീവ് ചാർജ്, അതിൻ്റെ ഒരു നോൺ മെയിൻ്റനൻസ് ചാർജായിട്ട് ഒരു 50 രൂപ അവർ പിടിക്കുന്നുണ്ട്. അല്ലാതെ വേറെ ചാർജസ് ഒന്നുമില്ല. പക്ഷേ മാക്സിമം നമ്മൾ എങ്ങനെയെങ്കിലും നമുക്കൊരു 1000 രൂപയൊക്കെ മിച്ചം പിടിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ചതായിട്ട് ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഇടാൻ പറ്റാത്തതാണ്. എങ്കിലും ഞാനിപ്പോൾ ഇനി അത് ഇയർലി ഞാൻ അപ്പോഴിട്ടില്ലെങ്കിൽ ഇയർലി അത് ഞാൻ ശരിയാക്കാമെന്ന് വിചാരിച്ച് വിട്ടുപോയി. അപ്പോൾ പക്ഷേ ഇയർലി ആണെങ്കിൽ ഇയർലി എങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഒരു 1000 രൂപയോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ളത് അനുസരിച്ച് ഇട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോഴേക്കാണ് നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അത് പക്ഷേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമേ അത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം അവർക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സേവിങ്സ് ആണ്. അപ്പോൾ അവരാണ് അതിൻ്റെ അവകാശികൾ. അപ്പോൾ മാത്രമല്ല അത് ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അത്ര ഇൻട്രസ്റ്റ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു പ്രസൻസിൽ മാത്രമാണ് നമുക്കത്, അവരുടെ പ്രസൻസിൽ മാത്രമേ നമുക്കത് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 18 വയസ്സാകുമ്പോഴേക്കും നമ്മൾ അതിൻ്റെ KYC ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അവരുടെ ആൾറെഡി നമ്മളിപ്പോൾ എല്ലാ ഡീറ്റെയിൽ ഫസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പം അവരുടെ
അപ്പോഴത്തെ ആധാർ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ ബാക്കി എന്തൊക്കെയാണോ ഡീറ്റെയിൽ ഉള്ളത്, ഇപ്പോൾ പാസ്പോർട്ടോ എന്താണോ ബാക്കി അപ്പോഴത്തെ ഡീറ്റെയിൽ എല്ലാം കൂടെയൊക്കെ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. പാൻ കാർഡും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ടൈം അനുസരിച്ച് നമ്മൾക്ക് അവരുടെ ഒരാവശ്യത്തിനായിട്ട് നമുക്ക് ആ ഒരു ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അത് നല്ലൊരു സ്കീമാണ്. ഞാൻ ആദ്യമൊക്കെ ഇതിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ തിരിച്ച് കിട്ടുമോ കാര്യങ്ങൾ. പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഇതായതുകൊണ്ട് അങ്ങനെ ചീറ്റ് ചെയ്യുന്നൊരു സംഭവമൊന്നുമല്ല. പിന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് പലർക്കും, പക്ഷേ അതിൻ്റെ ഒരു A to Z കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനും പോസ്റ്റ് ഓഫീസിൽ പോയി തിരക്കുമ്പോൾ പറയുന്നതൊന്നും എനിക്കൊരു ക്ലിയർ അല്ലായിരുന്നു എന്താ സംഭവം എന്നുള്ളതൊക്കെ. മാത്രമല്ല അവർ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നതിൽ കുറേ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ പഴയ ആൾക്കാർക്കൊന്നും അറിഞ്ഞില്ല, മീൻസ് പോസ്റ്റ് ഓഫീസിൽ ഓഫീസേഴ്സ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചേച്ചിയാണ് കുറേ ഡീറ്റെയിലൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൺവിൻസ് ആയത് ഇതിൽ. പിന്നെ എങ്ങനെയാണ്, കാരണം എത്ര ഇടാം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ആ ഒരു ചേച്ചിയാണ്. അപ്പോഴാണ് ഞാനിത് നമ്മൾ ആ ഒരു സംഭവം എന്തായാലും നമ്മൾ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്കും കുറച്ച് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കും കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ബൈ.